ഇപ്പോൾ പാലാ ഭാഗത്തു നിന്നും ഒരു വാർത്ത ആകെ അലയടിക്കുകയാണ്. സംഭവം ഒരു ഗംഭീര ട്വിസ്റ്റാണ്. അതായത് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ പാലായിൽ നിന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്ന LDF സ്ഥാനാർത്ഥി സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി തന്നെയാണ്. പക്ഷേ ആ തീരുമാനത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നാണ് ജോസ് കെ മാണിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആളുകൾ പറയുന്ന കിംവദന്തികൾ. അത് എന്താണെന്ന് വെച്ചാൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ പാലായിൽ നിന്നും LDF ടിക്കറ്റ് മത്സരിക്കാൻ പോകുന്നത് ഒരു പെൺപുലിയായിരിക്കും അത്രേ. പാലാ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ച് ഒരിക്കൽ സാക്ഷാൽ ഇന്ദിരാഗാന്ധി വരെ പ്രചാരണത്തിന് വന്നിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്നേ വരെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പാലായുടെ ചരിത്രത്താളുകളിൽ പുതിയ അധ്യായം കുറിക്കാൻ പെൺകരുത്തിന് കഴിയും എന്നാണ് LDF പക്ഷം. കേൾക്കുന്നവർ വിശ്വസിക്കില്ല, പ്രത്യേകിച്ചും പാലായെക്കുറിച്ചാകുമ്പോൾ. എന്നാൽ ആരും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളും മെനഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, CPM സംസ്ഥാന സെക്രട്ടറി എന്നിവരുടെ ചായകുടി ചർച്ച അവസാനിച്ചത്. കോട്ടയം ജില്ലയിലെ ഇടതുമുന്നണിയുടെ സാധ്യതകളെപ്പറ്റി വളരെ വലിയ ചർച്ച തന്നെ നടന്നു. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ടുള്ള നീക്കങ്ങൾ. 9 സീറ്റുകളും ജയിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. അതിൽ തന്നെ പുതുപ്പള്ളി, കോട്ടയം സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പോലും വെറും 7,000-8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് പുതുപ്പള്ളി ജയിച്ചത്. 2015 നടന്ന വാശിയേറിയ മത്സരത്തിൽ VN വാസുവിനോട് വെറും 800 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് അന്ന് തിരുവഞ്ചൂർ പോലും കരകയറിയത്. കോട്ടയം മണ്ഡലത്തിൽ സുരേഷ് കുറുപ്പും പുതുപ്പള്ളി ജയിക്കും, വീണ്ടും മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കോട്ടയം മണ്ഡലത്തെ സുരേഷ് കുറുപ്പിനെ ഇറക്കി നായർ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി തിരുവഞ്ചൂരിനെ പൂട്ടാനാണ് നീക്കം. പുതുപ്പള്ളി യാക്കോബായ വോട്ടുകളുടെ ഏകീകരണത്തിൽ പിണറായിയും മേലധ്യക്ഷന്മാരുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും പരക്കെ ഒരു ശ്രുതിയുണ്ട്. സിറ്റിംഗ് MLA ആയ ചാണ്ടിയമ്മനോട് ആളുകൾക്ക് പഴയ ആ പദ്യം ഇല്ലെന്നാണ് പൊതുവെ കേൾക്കുന്നത്. ജോസ് ആവട്ടെ ഇത്തവണ കളവൊന്നും മാറ്റി കടുത്തുരുത്തി ചവിട്ടാൻ പ്ലാൻ ഇടുന്നു എന്നൊക്കെ പരക്കെ ഒരു വർത്തമാനമുണ്ട്. CPM നേതൃത്വം അതുതന്നെ ആഗ്രഹിക്കുന്നതായി പറയപ്പെടുന്നു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വാർഡ് തല കുടുംബസംഗമങ്ങളൊക്കെ തകൃതിയായി നടക്കുകയാണ്. എല്ലാ മണ്ഡലം സമ്മേളനങ്ങളിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് ആവേശത്തോടെ പങ്കെടുക്കുന്നത്. കുറവലങ്ങാട്, ഉഴവൂർ, കാണക്കാരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിൽ നിയോജക മണ്ഡലം കൺവെൻഷനെ അനുസ്മരിപ്പിക്കുന്ന വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിൽ നിന്നും ജോസ് കെ മാണി മത്സരിക്കണമെന്ന ആവശ്യവും ഉയർന്നു വരികയുണ്ടായി. ഇതൊക്കെ ജോസിന് ഡബിൾ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ വീടിരിക്കുന്നത് പാലായിലാണെങ്കിലും ജോസ് ശരിക്കും ഒരു കടുത്തുരുത്തിക്കാരനാണല്ലോ. മാത്രമല്ല പാലായെ അപേക്ഷിച്ച് ജോസ് കെ മാണിക്ക് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങളാണ് കടുത്തുരുത്തിയിലുള്ളത്. ഇപ്പോൾ കടുത്തുരുത്തിയുടെ ഭാഗവും നിയോജക മണ്ഡല പുനർനിർണയത്തിന് മുമ്പ് പാലായുടെ ഭാഗവുമായിരുന്ന മരങ്ങാട്ടുപള്ളി, കടപ്ലാമറ്റം, ഉഴവൂർ, വെളിയന്നൂർ, കിടങ്ങൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ കേരള കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടകളാണ് അന്നും ഇന്നും. ഇതോടൊപ്പം എക്കാലത്തും കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കുറവിലങ്ങാട് കൂടി ചേരുമ്പോൾ ജോസ് കെ മാണിക്ക് വിജയം അനായാസമാണെന്ന കണക്കൂട്ടലാണ് LDF നേതൃത്വം. നിലവിലെ കടുത്തുരുത്തി MLAക്ക് ഈ വാർത്തകൾ അത്ര ആശ്വാസകരമല്ല. 5 തവണ കടുത്തുരുത്തിയുടെ MLA ആയിട്ട് മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത മോൻസ് ജോസഫ് ഇപ്പോൾ കടുത്ത എതിർപ്പാണ് മണ്ഡലത്തിൽ നേരിടുന്നത്. 20 വർഷം പുറകോട്ടടിപ്പിച്ച വികസന മുരടിപ്പ് ചർച്ചാ വിഷയമാക്കി മോൻസിനെ തോൽപ്പിക്കാൻ സാധിക്കും എന്നാണ് LDF കണക്കുകൂട്ടുന്നത്. പാലായിൽ നിഷ ജോസ് കെ മാണി അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖ വനിതാ സ്ഥാനാർത്ഥിയാവും മത്സരിപ്പിക്കുക. CPM നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഈ വനിത മത്സരിച്ചാൽ മാണി സി കാപ്പൻ പരാജയപ്പെടും എന്നാണ് പാർട്ടി വിലയിരുത്തൽ. കേരള കോൺഗ്രസും CPM-ഉം CPI-യും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചാൽ പാലായും കടുത്തുരുത്തിയും മാത്രമല്ല ജില്ലയിലെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ LDF-ന് സാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.